നമ്മളിവിടെ പറയുന്നത് 3 പരമാധികാരങ്ങൾ. ആ 3 പരമാധികാരങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. അത് ഇസ്ലാമിൻ്റെയും ഈ പരിശുദ്ധ ഖുർആൻ്റെയും അടിസ്ഥാന സംഗതിയാണ്. അതായത് ഒന്ന് റുബൂബിയ്യത്തിലെ പരമാധികാരം, മറ്റൊന്ന് മുലൂക്കിയ്യത്തിലെ പരമാധികാരം, അതുമാതിരി ഉലൂഹിയ്യത്തിലെ പരമാധികാരം. ആരാണ് നമ്മളുടെ സ്രഷ്ടാവ്, ആരാണ് നമ്മളെ പരിപാലിക്കുന്നത്, ആരാണ് നമ്മളെ നിലനിർത്തുന്നത്, ആരാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അതായത് നമ്മൾ ഈ ജീവിക്കുന്നത് ആര് നൽകിയിട്ടാണ്, അത് അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ റുബൂബിയ്യത്തിനെ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവിക്കുമ്പോൾ ആരാണ് നമുക്ക് നിയമനിർദ്ദേശങ്ങൾ തരാനുള്ള അധികാരമാർക്കാണ്, അവകാശമാർക്കാണ്, അത് നമ്മൾ അറിയുകയും ആ അള്ളാഹു മാത്രമാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുലൂക്കിയത്തിനെ അള്ളാഹുവിൻ്റെ മുലൂക്കിയത്തിനെ അംഗീകരിക്കുന്നു. അതുമാതിരി നമ്മൾ ജീവിക്കുമ്പോൾ ആരുടെ നിയമപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്, ആർക്കാണ് നമ്മളുടെ ജീവിതം സമർപ്പിക്കേണ്ടത്, ആരുടെ തൃപ്തിയാണ് നമ്മൾ തേടേണ്ടത്, ഇതാണ് ഉലൂഹിയത്തിനെ നമ്മൾ അംഗീകരിക്കുക. ഈ 3 സംഗതികൾ ഈ പരിശുദ്ധ ഖുർആൻ്റെ കേന്ദ്ര പ്രമേയമാണ്. ഈ ഖുർആൻ കൊണ്ട് ഇനി അവസാനിപ്പിക്കുന്നതും ഇത് വച്ചിട്ട് തന്നെയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഈ കാര്യമാണ് നമ്മളോട് ഇങ്ങനെ ഊന്നി പറയുന്നത്. അതിങ്ങനെ ഇടകലർന്നിട്ട് റുബൂബിയ്യത്തും മുലൂക്കിയത്തും ഉലൂഹിയത്തും ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് വരികയാണ്. ഈ സൂറയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഇത് മക്കി സൂറയാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കയിലുള്ള ഈ മുശ്രിക്കുകളെ അവർ കൈവിട്ട ആ പാതയിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവരികയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് പറഞ്ഞുകൊണ്ട് തിരിച്ചുകൊണ്ട് അവരിപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ, അതായത് റുബൂബിയ്യത്തിലും മുലൂക്കിയത്തിലൊക്കെ അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ നിലനിൽക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. അത് ബുദ്ധിപരമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തുന്ന സംസാരങ്ങളാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചില ഈ മുലൂക്കിയത്തിലെ അവരുടെ ചില കൈകടത്തലുകളിലേക്ക് ശ്രദ്ധ നമ്മളെ കൊണ്ടുപോവുക. ആ സംഗതിയാണ് അവർ പറഞ്ഞത്. കാലു, അവർ പറഞ്ഞു, ഹാദിഹി അൻആമും, ഈ അൻആമുകൾ, അതായത് ഈ കാലികൾ, വഹർസും, ഈ കൃഷിയും, അത് ഹിജ്റുൻ, അത് വിലക്കപ്പെട്ടത്. ഹിജ്ർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശുദ്ധ വിലക്ക് എന്ന് പറയുന്നൊരു വർത്താനം ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ വരുന്നതിനാണ് ഈ ഹിജ്ർ എന്ന് പറയാം. അതായത് ഇത് ഒരിക്കലും നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന നിയമങ്ങളാണ്. ലാ യത്അമുഹ, അതിനെ തിന്നാൻ പാടില്ല. ഈ പ്രത്യേകിച്ച ഉള്ള ഈ മൃഗങ്ങളെ നിങ്ങൾ തിന്നാൻ പാടില്ല. അതാണ് നമ്മൾ മുമ്പ് മായിദയിലൊക്കെ നമ്മൾ പഠിച്ച ഹാമ്, വസീല എന്നൊക്കെ പറയുന്ന കുറേ കാറ്റഗറിയിലുള്ള കുറേ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെയൊന്നും നിങ്ങൾ തിന്നാൻ പാടില്ല. ഇല്ലാ മന്നശാവും, ഞങ്ങൾ തീരുമാനിക്കും ഏത് തിന്നണമെന്നും ആര് തിന്നണമെന്നും ഞങ്ങൾ തീരുമാനിക്കും. അതാണ് അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഈ സംഗതി ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഈ മുലൂക്കിയത്തിൽ ഞങ്ങൾ കയറിയിട്ട് അധികാരം സ്ഥാപിക്കും, ഞങ്ങളതിൽ പങ്കാളിയാവും. അതാണ് ഈ പറയുന്നത്. മല്ലാമന്നശാവും ബിസഅമിഹിം, അവരുടെ വാദപ്രകാരം, അൻആമും, ചില മൃഗങ്ങൾ, ഹുർരിമത്ത് ളുഹൂറുഹ, അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല. അതായത് ഓരോരുത്തർക്കും നേർച്ചയാക്കിയിട്ടുള്ള പല മൃഗങ്ങളുണ്ടാവും. എന്നിട്ട് അതിനൊരു സവിശേഷമായ പേരുകൾ ഇട്ടിട്ടുണ്ടാവും. ആ പേരുകളിൽ ഇന്നതൊക്കെ പാടുള്ളൂ എന്നവർ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുതുകിൽ യാത്ര ചെയ്യാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. ചില മൃഗങ്ങൾ അവർ വേറൊരു കാറ്റ്, അതായത് ലാ യദ്കുറൂന നസ്മല്ലാഹി അലൈഹ, അതിൻ്റെ പേരിൽ അള്ളാഹുടെ പേര് ഉച്ചരിക്കാനേ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിനെ ആർക്കാണോ നേർന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഉച്ചരിക്കുക, അല്ലാതെ അള്ളാഹുവിൻ്റെ പേരല്ല. അതിൻ്റെ പുറത്ത് കയറിയിട്ട് ഹജ്ജിന് പോലും പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലബ്ബൈക്ക് അല്ലാഹുമ്മ എന്ന് പറയേണ്ടി വരും അത്രേ. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കലാവും. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ല. അതായത് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുക. നമ്മളിവിടെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഒന്നും ഇവരെ തള്ളിക്കളഞ്ഞിരുന്നില്ല. അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവർ ചോദ്യം ചെയ്തിരുന്നില്ല. അള്ളാഹുവിൻ്റെ
പങ്കുകാരുണ്ട് എന്ന് അവർ വാദിച്ചേർന്നില്ല. അവരുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഖുർആനിൽ പറയുന്നുണ്ട്. അവരുടെ വാദം എന്തായിരുന്നു ചോദിച്ചാൽ വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്നാണ്. അത് സൂറത്തു സുമറിൽ അല്ലാഹ് പറയാണ്, അവരുടെ ആ നിലപാട് പറയാം. വല്ലദീന തഖദൂ മിൻ ദൂനിഹി, ഈ അള്ളാഹുവിനെ കൂടാതെ അവർ സ്വീകരിച്ചിട്ടുള്ള ഈ ഔലിയാക്കൾ, അവരുടെ ഈ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു എന്ന് അവർ പറയുന്ന ഈ ആളുകൾ, അവർ പറയുന്നത് മാ നഅബുദുഹും, അവർക്ക് ഞങ്ങൾ ഇബാദത്തൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ ചോദിച്ചാൽ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഒന്ന് നീക്കി അടുപ്പിക്കുക. അതായത് ചളിയിൽ പെട്ടൊരു വണ്ടി ഒന്ന് ഉന്തി തള്ളി കയറ്റുന്നത് പോലെ ഞങ്ങളെ അള്ളാഹുവിലേക്കൊന്നിങ്ങനെ തള്ളി അടുപ്പിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ അവരെ ഇബാദത്ത് ഒന്നും ചെയ്യണില്ല എന്നാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു ഈ മുശ്രിക്ക് കാഫിർ എന്നൊക്കെ പറഞ്ഞത്. അതേ പണി ചെയ്യുന്ന നമ്മളെന്താ പറയുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്നവരാണ്. ഇതേ പരിപാടി തന്നെ അവരും ചെയ്തിരുന്നുള്ളൂ. അതായത് ഞങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ശുപാർശ പറഞ്ഞ് ഒന്ന് നീക്കി അടുപ്പിച്ച് തരുന്ന ആളുകൾ, അതേ പരിപാടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മുടെ മൊഹിയുദ്ദീൻ ഷെയ്ഖ് ഇവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണത്. അതായത് അവർ മുശ്രിക്കുകളും കാഫിറുകളും അവരത് ചെയ്തപ്പോൾ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അട്ടിപ്പേറുകാരുമാണ്. ഇതെങ്ങനെ നീതിയാവുക? നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഈ ചോദ്യം ചോദിക്കാൻ തന്നെയാണ് അള്ളാഹു ഈ മക്കാരുടെ അടുത്തേക്ക് ഇത് റസൂലിനെ പറഞ്ഞേക്കുന്നത്. ഇതേ ഖുർആൻ വെച്ചിട്ട് നമ്മളോട് ചോദിക്കേണ്ടതാണ്, നമ്മൾ ഈ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. നമ്മൾ അവരെ അങ്ങനെ വിളിക്കണ്ടേ എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സംഗതിയാണ്, നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പോയിപ്പെടുക എന്നുള്ളത്. അതുമാതിരി തന്നെ ആരൊക്കെ എന്തൊക്കെ ഭക്ഷിക്കണമെന്ന് അതും ആരാണ് തീരുമാനിക്കുക? ഞങ്ങൾ തീരുമാനിക്കും. ആരാണ് എന്ത് ഭക്ഷിക്കണമെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതായത് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ അങ്ങ് കയറിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും ആരാണ് ഈ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ സ്ഥാനമുള്ളവരാണെന്ന് ആരാ തീരുമാനിക്കുന്നത്? അതും ഞങ്ങൾ തന്നെ തീരുമാനിക്കാം. ഞങ്ങൾ തീരുമാനിക്കും ആരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ളവർ, അള്ളാഹു തൃപ്തിപ്പെട്ടവരാരാണ്. അത് രണ്ടും ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പം കണ്ടില്ലേ, ഒരാൾ മരിച്ചപ്പോൾ എവിടെ മറയണമെന്ന് ആര് തീരുമാനിച്ച്? കണ്ടില്ലേ, വീടിൻ്റെ അകത്ത് റൂം പൊളിച്ചിട്ട് കബറുണ്ടാക്കി അതിൻ്റെ അകത്ത് മറയണമെന്ന് ആര് തീരുമാനിച്ച്? ഞങ്ങൾ തീരുമാനിച്ച്. എത്ര സഹാബാക്കൾ ഇവിടെ മരിച്ചുപോയി, എത്ര ഇമാമിങ്ങൾ മരിച്ചുപോയി, ഇവരുടെ തന്നെ എത്ര നേതാക്കന്മാർ മരിച്ചുപോയി. അവരിനൊന്നും ഈ റൂമിൻ്റെ ഉള്ളിൽ കുയ്യുത്തി കുഴിച്ചിടാതെ പുറത്ത് മറവ് ചെയ്തിട്ട് ഇത് മാത്രമേ എവിടുന്ന് കിട്ടി? അതാണ് നിയമങ്ങൾ നമ്മളുണ്ടാക്കുകയാണ്. ആരാണ്? സമസ്തയുടെ നേതാക്കൾ. ഇതന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് എങ്ങനെ ജീവിക്കണം, നമ്മളെന്ത് ചെയ്യണമെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കും. അതിന് അവർ മൗനസമ്മതോ അല്ലെങ്കിൽ ശബ്ദസമ്മതോ എന്തെങ്കിലും കൊടുക്കും. ആരും ചോദ്യം ചെയ്യണില്ല. നിൻ്റെ തലപ്പത്തൊക്കെ അദ്ദേഹത്തിനേക്കാൾ വലിയ നേതാക്കന്മാരില്ലേ? ഉണ്ട്, പക്ഷെ ആരാ ചോദ്യം ചെയ്യണില്ല. ഇതാണ് നമ്മൾ പറയും ഈ മുലൂക്കിയത്തിലെ ഷിർക്ക് എന്ന് പറയുന്നത്. നിയമങ്ങൾ ഓരോരുത്തർ നിർമ്മിക്കും, എന്നിട്ട് ഞങ്ങൾ അത് അള്ളാഹുവിൻ്റെ പേരിൽ അങ്ങ് വെച്ച് കെട്ടും. എന്നിട്ട് വെച്ച് കെട്ടിയിട്ട് അതങ്ങ് വിശുദ്ധമാക്കും. അതിനെ ലംഘിക്കുന്നത് അത് ഹെജ്റാക്കും. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് എല്ലാ കാലത്തും ഈ ദീനിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് പതിയെ ഇങ്ങനെ കയറി അതങ്ങനെ വളർന്ന് അതങ്ങ് കുഫറാകും. പിന്നെ അത് വിഗ്രഹമുണ്ടാക്കും. അങ്ങനെ തന്നെയാണ് ഈ കാബേലി വിഗ്രഹങ്ങളൊക്കെ വരുന്നത്. ആദ്യം ഇങ്ങനെ ആദരിച്ച് പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഓരോ വളർച്ച ഉണ്ടാവുമല്ലോ. ആ വളർച്ചയിലേക്ക് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തും. അങ്ങനെ അത് വിഗ്രഹാരാധനയായി മാറും. പിന്നെ വേറെ നടപടികളിലേക്ക് കയറും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇഫ്തിറാഅൻ അലൈഹി, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മേലിൽ വ്യാജം വെച്ചിട്ട് കെട്ടിയിട്ട് ഈ ദീനിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉറൂസ് നടക്കുമ്പോൾ എന്താ പറയുക? ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ
നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, സംഭാവന തരാനും തേങ്ങ തരാനും മാങ്ങ തരാനും ഒക്കെ അഭ്യർത്ഥിക്കുന്നു. അതായത് ഒക്കെ ഈ അള്ളാഹുവിൻ്റെ പേരിൽ വെച്ച് കെട്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. സയജ്സീഹിം ബിമാ കാനൂ യഫ്തറൂൻ, അള്ളാഹു ഇതിനൊക്കെ പ്രതിഫലം നൽകാനിരിക്കുന്നു. അതായത് ഈ ചിന്തക്കും ഈ ആസൂത്രണത്തിനും ഈ പണിക്കും അതിനു കൂടെ മറ്റുള്ളവരെ പിഴപ്പിച്ചതിനൊക്കെ, അതായത് അള്ളാഹു ഈ ഭൂമിയിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന ഒരു സംഗതിയും വിട്ടുപോവാതെ രേഖപ്പെടുത്തും. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. അത് ഈ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്. ഇതൊന്നും ആരും മറന്നു പോവുകയോ വിസ്മരിക്കുകയോ വിട്ടുപോവുകയോ ചെയ്യുന്നതല്ല. അവർ ഈ കെട്ടിച്ചമച്ച വ്യാജത്തിന് മുഴുവൻ പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഈ മനുഷ്യർ ഓർക്കണം. അവരുടെ വേറൊരു പറച്ചിലാണ് വക്കാലു, അവർ പറഞ്ഞു മാ ഫി ബുത്തൂനി ഹാദിഹിൽ അൻആം, ഈ അൻആമുകളുടെ വയറ്റിലുള്ളത് ഖാലിസത്തുൽ ലിദുകൂരിന, അത് ഞങ്ങളുടെ പുരുഷന്മാർക്ക് സവിശേഷമാണ്. ഈ ഗർഭസ്ഥ ശിശുവിനെ തിന്നുന്ന ഒരു പരിപാടി അതിപ്പോഴും ഉണ്ട് ഇല്ലേ? ഈ പൊന്നാനി ഭാഗത്തൊക്കെ ഈ ഒക്കെ ഇല്ലേ? അതാണ്, അതൊക്കെ അത് പല ഇതിലുമുണ്ട്. അതുമാതിരി ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ, വിരിച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പറഞ്ഞ, അതിനങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് തിന്നുന്ന ആൾക്കാരുണ്ട്. പ്രാവിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഓരോ തീറ്റകൾ, അതിലൊക്കെ എന്തെങ്കിലും പ്രത്യേക സവിശേഷമായ ഗുണങ്ങളൊക്കെ അവർ കാണുന്നുണ്ടാവും. അങ്ങനത്തേത് ലിദുകൂരിന, അത് ഞങ്ങളുടെ ആണുങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അതിലെ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വരണില്ലേ? അത് ഞങ്ങളുടെ ആണുങ്ങൾക്കാണെന്ന് പറയുമ്പോൾ മുഹറമുൻ അലാ അസ്വാജിന, ഞങ്ങളുടെ പെണ്ണുങ്ങളിപ്പോൾ അതൊക്കെ ഹറാമ. അതായത് ഈ തീറ്റയിലൂടെ തന്നെ ഈ മനുഷ്യരെ, ആണിനെയും പെണ്ണിനെയും വിഭജിക്കുക. അതായത് ഓരോന്നും അതിൻ്റെ ആ പ്രവൃത്തി മാത്രമല്ല, അതിൻ്റെ പിറകിൽ വരുന്ന അനന്തരഫലങ്ങളുമുണ്ട്. ഇപ്പം നമുക്കില്ലേ, പള്ളിയിൽ പോകാൻ പെണ്ണുങ്ങൾക്ക് പാടില്ല, വയലിന് പോകാം, സലാത്ത് മജ്ലിസിന് പോകാം, നൂറ ഹബീബിന് പോകാം, എല്ലാ വണ്ടി വിലക്കും പോകാം. അതിനൊന്നും പെണ്ണുങ്ങൾക്കൊരു വിലക്കൂല, ഇതിന് പാടില്ല. ഇതാണ്, അതായത് ഇവരെ വേർതിരിച്ചിട്ട് വേറെ ഒന്നാക്കി മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതൊന്നും ഇങ്ങനെ അന്തക്കേടുകളെ കൊണ്ട് ചെയ്യുന്നതല്ല. ഇതിനൊക്കെ പരിപൂർണമായ ആസൂത്രണമുണ്ട്. ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അല്ലാതെ ഒരു വിഭാഗം ആളുകൾ ഒരറിവില്ലാതെ വരുന്നതല്ല. ഇതിൽ ചെന്ന് ചാടുന്നവർ അന്തക്കേടും അറിവില്ലാത്തവരൊക്കെ. പക്ഷേ ഇത് ആസൂത്രണം ചെയ്യുന്നവരങ്ങനെയല്ല. അവർക്ക് സവിശേഷമായ ലക്ഷ്യങ്ങളുമുണ്ട്, പദ്ധതികളുണ്ട്. ആ പദ്ധതിക്കനുസരിച്ചാണ് അത് നീങ്ങുന്നത്. ഈയക്കും മൈത്തത്തം ഫഹും ഫീഹി ഷുറക്ക, ഇനി അത് ചത്താൽ, ആ സാധനം ചത്താൽ, അപ്പോൾ അവരുടെ അതിൻ്റെ ആ തീറ്റയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പെണ്ണുങ്ങൾക്കും തിന്നാം, അതിലവർക്ക് പങ്കുചേരണമെന്നുണ്ട്, കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോൾ ഈ വിശ്വാസം, നമ്മളിപ്പോൾ ഈ വിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് യഥാർത്ഥമായിട്ട് നമ്മൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു വിഭാഗം ആളുകൾ ഈ അന്തക്കേടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് പോകുന്നവരുണ്ട്. പക്ഷെ വേറൊരു വിഭാഗം, കുറച്ച് ചിന്തയും ബുദ്ധിയൊക്കെ ഉള്ളൊരു വിഭാഗത്തിനെ വഴിതെറ്റിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദീനിനെ ഈ മാറ്റിമറിച്ച സംഗതിയാണ്. അപ്പോൾ അവർ ദൈവവിശ്വാസത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഗൗരവപൂർണമായി അതിനെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് അവർ സംസാരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഈ അർത്ഥരഹിതമായ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ്. ദീനിൻ്റേതെന്ന് പറയുന്ന കുറേ അർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ ഇതേപോലെ. ഇപ്പം നമ്മൾ ശിർക്കിനെ കുറിച്ചിട്ട് പറയും, അതായത് ബാക്കിയുള്ള മതവിഭാഗങ്ങൾ ബാക്കിയുള്ള വിഗ്രഹങ്ങളെ ഇതിനെക്കുറിച്ചിട്ട് ചോദിക്കണതിനൊക്കെ കുറിച്ച് പറയും. നമ്മൾ ഈ ചെയ്യണതിനെക്കുറിച്ച് നമ്മൾ മിണ്ടില്ല. ഇപ്പം ഈസാ നബീനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വലിയ വായിൽ സംസാരിക്കും, മറിയം ബീവിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട്. അതേ സമയത്ത് അവരിനേക്കാൾ എത്രയോ താഴെയുള്ള നമ്മുടെ അവിടുത്തെ ഈ നാടൻ വട്ടന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അതായത് ഇങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ കണ്ട ആരാണ് പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുക? അപ്പോൾ ഇങ്ങനെ പല നിലക്കും ഇതിനൊക്കെ മറ്റ് ചില ഫലങ്ങളുണ്ട് എന്നുള്ളതാണ്. മറ്റ് ചില ഫലങ്ങളുണ്ട്. നമ്മൾ ഈ നോക്കിക്കാണുന്ന ഈ ഉപരിപ്ലവമായ ഫലങ്ങൾ മാത്രമല്ല, ആഴത്തിലും ഇതിന് ഫലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളെന്താ ചോദിച്ചാൽ പിന്നെ ചൂടാവും ഇല്ലേ? അങ്ങനെ ചൂടാവും. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മൂടി വെക്കുകയും ചെയ്യും. അപ്പോൾ അത് വേറൊരാൾ ചോദ്യം ചെയ്യും. അവരതാണ് കാണുന്നത്, അവരതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കോ ഒന്നും പോയിട്ടല്ല. അപ്പോൾ ആളുകളെങ്ങനെ പല നിലക്കും ഇതിൽ നിന്ന് ആളുകളെ വഴി തെറ്റിച്ചു കൊണ്ടുപോകുമെന്നാണ്.
സയജ്സീഹിം വസ്വഹും, അവരുടെ ഈ സവിശേഷവൽക്കരണം ഉണ്ടല്ലോ, ഈ ഓരോ വിഷയത്തിലും ഓരോ ആളുകളെയൊക്കെ ഇങ്ങനെ സവിശേഷമായി ഓരോ കള്ളികളിലാക്കി അവർക്കിത് പാടില്ല ഇവർക്കിത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സമൂഹത്തെ വിഭജിച്ച് അത് അന്യായം കണ്ടിട്ട് തന്നെയും ദീനിൽ നിന്ന് ആളുകൾ പോവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതും. അവർ പിഴക്കുക എന്ന് മാത്രമല്ല, ധാരാളത്തിനെ പിഴപ്പിക്കുക. ഇത് ആരുടെ ലക്ഷ്യമാണ്? ഇത് ഇബ്ലീസ് പ്രഖ്യാപിച്ച ലക്ഷ്യമാണ്. അത് ഇബ്ലീസ് പ്രഖ്യാപിച്ചതാണ്, അള്ളാഹുവിനോട് പ്രഖ്യാപിച്ച ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ ആളുകളായിട്ടാണ് നീ പണിയെടുക്കുന്നത്. ഇതുവരെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഇന്നഹു, നിശ്ചയമായും അള്ളാഹു ഹക്കീമാണ്, അലീമാണ്. അവൻ സർവ രംഗത്തും അവൻ യുക്തിപൂർണമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് പ്രതിഫലം ഉണ്ടാകുക. അവൻ്റെ യുക്തി അങ്ങോട്ട് മാറ്റിയൊക്കെ ഓരോ വിഷയത്തിൽ മാറ്റിവെക്കില്ല. നമ്മളെപ്പോലെ അന്തക്കേടിൻ്റെ പിന്നാലെ പോവില്ല. അവൻ സർവജ്ഞനാണ്, യുക്തിജ്ഞനാണ്. അതിനനുസരിച്ചാണ് അവൻ്റെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും ആ യുക്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ച് മാത്രമേ പോവുകയുള്ളൂ. ഖദ് ഖസിറല്ലദീന ഖതലു, നിശ്ചയമായും ഈ കൊന്നവർ നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. ഔലാദഹും, അവരുടെ മക്കളെ, സഫഹം, മൂഢതയാൽ, വിഡ്ഢിത്തത്താൽ, ബിഗൈരി ഇൽമിൻ, ഒരു അറിവിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ. അതായത് നമ്മൾ ഈ മക്കളെ കൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മളിത് അന്ന് മക്കയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അറേബ്യയിലുണ്ടായിരുന്ന ഒരു സംഗതി മാത്രമല്ല. അവരുടെ കൊലപാതകത്തിന് അവരുടേതായ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോ? എന്തിനാ തമിഴ്നാട്ടിൽ അമ്മത്തൊട്ടിലുണ്ടായത്? എന്തിനാ സഞ്ജയ് ഗാന്ധിയും കൂട്ടരൊക്കെ കൂടിയിട്ട് കുടുംബാസൂത്രണത്തിന് ഈ മുസ്ലിമീങ്ങളൊക്കെ വല്ലാതെ പിടിച്ചിട്ട് ദുരന്താവസ്ഥ കാലത്തൊക്കെ ഇടങ്ങറാക്കിയത്? ഇപ്പോഴും അതായത് ഈ വിഡ്ഢിത്തപരമായ ഓരോ ഭാവന ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് ദാരിദ്ര്യം ഉണ്ടാവും, ജനങ്ങൾ ഭക്ഷണം ഉണ്ടാവില്ല. ഇത് കേട്ടാൽ തോന്നും ഇപ്പോൾ ഉള്ളവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അതായത് അങ്ങനെ പറയുമ്പോൾ അവർ ഞങ്ങളാണ് ഇപ്പോൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഞങ്ങളിത് ഉൽപ്പാദിപ്പിച്ച് ആളുകൾ കൂടിയില്ലെങ്കിൽ, അതായത് 10 ആൾക്കുള്ള ഭക്ഷണം ഇപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 11ാമത്തെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ ഈ 10 ആൾക്ക് ഉണ്ടാക്കണതാരാ? ഞങ്ങൾ. ഇത് റബ്ബ് ചമയലാണ്. ഇത് റബ്ബ് ചമയൽ. എന്നിട്ട് അതിൻ്റെ പേരിൽ, ആ വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ അവർ കുടുംബാസൂത്രണം ഉണ്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുടുംബാസൂത്രണം ഒരു ശീലമായി വരുമ്പോൾ കുട്ടികളില്ലാതാവുന്നു, ജനങ്ങളില്ലാതാവുന്നു. പിന്നീട് പ്രസവിക്കാൻ പറഞ്ഞത് ചെയ്യണില്ല. കാരണം ഇത് കുട്ടികളുണ്ടാക്കുക അവറ്റിനെ വളർത്തിയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാരമുള്ള ഏർപ്പാടാണ്. ചെറിയ ഏർപ്പാടൊന്നല്ല. 10, 15, 20 വയസ്സ് വരെ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ കിടമ്പോൾ വടവെക്കിന്ന് പറഞ്ഞിട്ട് പോണ പെൺകുട്ടികളെ ആരഞ്ഞ് വളർത്തുക? അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഗതി, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അള്ളാഹുവിലുള്ള ഈ വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള ഈ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ആകെ തകർന്നു പോകും. അത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെന്നുള്ള ഒരു മൂഢബോധത്തിൽ നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെ സംഭവിക്കുക. ഇനി നമ്മൾ ഈ വിശ്വാസികളായ നമ്മൾ എടുക്കുന്ന തീരുമാനം തന്നെ ആവും. ഏത്? കുട്ടികളൊന്നും വേണ്ടാന്ന്. അതന്നെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ആസൂത്രണങ്ങൾക്ക് പിറകിൽ നടന്നു വരുന്ന സംഗതികളാണ്. അതിൻ്റെ ഒക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസത്തിൽ നിന്ന് ഈ മനുഷ്യർ അകന്നു പോകുന്നതാണ്. അതായത് ഗൗരവത്തോടെ ഈ വിശ്വാസത്തെ സമീപിക്കുകയോ ഇതിനെ പഠിക്കുകയോ ഇതിനെ അറിയുകയോ അതിന് കീഴ്പ്പെടുകയോ ഒന്നും ചെയ്യാത്ത മനുഷ്യർ, ഈ മനുഷ്യർ അള്ളാഹു വിട്ടാൽ പിന്നെ അത് എവിടുക്കാ പോവുക? വേറെ എവിടുക്കും അതിന് പോവാനില്ല. അപ്പോൾ അത് ആ റൂട്ടിലൂടെ പോവുകയാണ്. വഹറമു മാ റസഖഹുമുല്ലാഹ്, എന്നിട്ട് അള്ളാഹു അവർക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ ആയിട്ട് അള്ളാഹു നൽകിയ വിഭവത്തെ അവർ തന്നെയും അങ്ങോട്ട് ഹറാമാക്കുക. ഇഫ്തിറാഅൻ അലല്ലാഹ്, എന്നിട്ട് ഇതൊക്കെ അള്ളാഹുടെ പെരടിയിൽ വെച്ച് കെട്ടുക. അങ്ങനെ ചെയ്യുന്നത് ഒക്കെ അള്ളാഹുവിൻ്റെ നിയമമാണ്. ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുപ്പക്കാർ, ഞങ്ങൾക്കറിയാം. അതന്നെയാണ് ഇപ്പോൾ ഈ സഭയൊക്കെ പറയുന്ന സംഗതി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് കയറി നിന്നല്ലാതെ ഇതൊന്നും സംഭവിക്കില്ല. എല്ലാ കുഫറുകളും സംഭവിക്കുക ശിർക്കിൽ നിന്നാണ്.
ശിർക്കിലൂടെ അല്ലാതെ ഈ കുഫറിലേക്ക് പോകാൻ പറ്റില്ല. അതിപ്പോൾ ഇനി യുക്തിവാദിവാദമാണെങ്കിലും നിരീശ്വരവാദം എന്ത് സംഗതിയാണെങ്കിലും അതിൽ ഈ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് എന്തിനെങ്കിലും കൊടുന്ന് സ്ഥാപിക്കേണ്ടി വരും. അതൊരിക്കൽ പക്ഷേ സയൻസാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവും, എന്തും ആവാം. പക്ഷേ അത് ചെയ്തല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ കുഫറിലേക്ക് പോവില്ല. അപ്പോൾ ആ സംഗതികൾ അത് റുബൂബിയ്യത്തിലാവാം, മുലൂക്കിയ്യത്തിലാവാം, ഉലൂഹിയ്യത്തിലാവാം, ഏതിലുമാവാം. കതുവല്ലു അവർ ആകെ പിഴച്ചുപോയി. അതായത് ഈ സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഷിർക്ക് കൊണ്ടുവന്ന് പടിപടിയായി വളർന്ന് അത് ഓരോ പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ അതങ്ങനെ ശീലമാകുമ്പോൾ മക്കളെ കൊല്ലലൊക്കെ അതൊരു വിശുദ്ധമായിട്ട് അങ്ങ് മാറും. അത് ഒരു പക്ഷേ ഈ ഭ്രൂണഹത്യയും ആ സംഗതിയിലാണ് വരുന്നത്. അതായത് അസ്ല് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അസ്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷ ബീജം ഗർഭാശയത്തിൽ അതിനെപ്പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതിനെപ്പോലും. അപ്പം അങ്ങനത്തെ അത്രയും ഗൗരവമായിട്ടാണ് ഇസ്ലാം ഈ സംഗതികളെ ഒക്കെ കാണുന്നത്. വമാക്കാനു മുഹ്തദീൻ, അങ്ങനെ പിഴച്ചു. പിന്നെ അവരൊരിക്കലും ഈ ഹിദായത്തൊരിക്കലും കണ്ടുപിടിച്ചുമില്ല, ഹിദായത്തിലൊരിക്കലും ഒരു എത്തിപ്പെട്ടുമില്ല, അത് അന്വേഷിച്ചുമില്ല. അങ്ങനത്തോരാണ് ഈ നഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്തിട്ട് പിന്നെ ഹിദായത്ത് കിട്ടിയവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇനി ആ റുബൂബിയ്യത്തിലേക്ക് പിന്നെയും വരിക കണ്ട, പിന്നെ റുബൂബിയ്യത്തിലേക്ക് വരാം. അതായത് മുലൂക്കിയ്യത്തിലെ ശിർക്ക് പരാമർശിച്ചിട്ട് ഇനി വീണ്ടും റുബൂബിയ്യത്തിലേക്ക് വരിക. അതായത് അടിക്കടി ഇങ്ങനെ ഈ പുട്ടിൽ പീരിടണ മാതിരി ഇതിങ്ങനെ കലർത്തി കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചിറക്കുക. നമ്മൾ ഈ മട്ടത്തിൽ ഇത് വായിക്കാത്തത് കൊണ്ടാണ് നമ്മളിലേക്ക് ഇറങ്ങാത്തത്. നമ്മളിങ്ങനത് വായിക്കാതെ നമ്മൾ ഊത്ത് മാത്രമാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങാത്തത്. ഇത് വായിക്കേണ്ട വിധം നമ്മൾ വായിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്കും ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറും. പക്ഷെ നമ്മൾ ആ ഒരു വായന നമ്മൾ മാറ്റിവെച്ചു, അത് വേണ്ടെന്ന് വെച്ചു. അത് വേറൊരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ നമ്മൾ പോയി പെടുക. വഹുവല്ലതി, അവനാകുന്നു, അൻഷ, അവനാണ് ഈ മുളപ്പിച്ച് വളർത്തി ഉണ്ടാക്കുന്നത്. ജന്നാത്തിൻ, തോട്ടങ്ങൾ, നിങ്ങൾക്ക് തോട്ടങ്ങൾ, മഅറൂഷാത്തിൻ, പന്തലിൽ വളർത്തുന്ന മുന്തിരി, കയ്പ, അതായത് ഈ വള്ളിയുമുണ്ടാകുന്ന സകല സാധനങ്ങളും അതൊക്കെ നിങ്ങൾക്ക്, ആ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് അള്ളാഹുവാണ്. അല്ലാതെ ഇത് പറയുന്ന ഈ വിഡ്ഢിത്തം പറയുന്ന ആളുകളല്ലാന്ന്. ഈ വിഡ്ഢിത്തം പറയുന്നവരെല്ലാം ഇതൊന്നും ഉണ്ടാക്കിയ ഒരു സാധനം വള്ളിമ പടർന്നാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അതാ റുബൂബിയത്ത്. വഗൈറ മഅറൂഷാത്തിൻ, ഈ വള്ളിമ പടർത്താത്ത സസ്യങ്ങളായിട്ട് നിൽക്കുന്നതും വലിയ മരങ്ങളായി പോകുന്നതും ഇതൊക്കെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അതുമാതിരി ഈത്തപ്പനകൾ, സറഅ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, കൃഷികൾ, മുഖ്തലിഫൻ നുക്കുലുഹു, വ്യത്യസ്തമായ തീറ്റ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരുന്ന ഈ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ തീറ്റനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും ബാക്കിയുള്ളവരുടെയും തീറ്റ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു മൃഗത്തിനെ സംബന്ധിച്ച് അതിൻ്റെ തീറ്റ അതിൻ്റെ വിശപ്പും ദാഹവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മളുടെ തീറ്റയോ, നമ്മളുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ആ വിശപ്പും ദാഹം കഴിഞ്ഞിട്ട് എത്ര വിപുലമായ മേഖലയിലേക്കാണ് ചെല്ലുന്നത്. ഒരു സാധനത്തിൻ്റെ രുചി, അതിൻ്റെ മണം, അതിൻ്റെ കാഴ്ച, എന്തെല്ലാം സംഗതികളാണ് നമ്മളെ പരിഗണിച്ചിട്ടുള്ളത്. അതായത് അത്രയും മൈന്യൂട്ടായത്. ഇതൊന്നും നമ്മളങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതല്ലല്ലോ. നമ്മൾ വരണേക്കാട്ടി മുമ്പ് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട്. നമ്മളുടെ തീറ്റയുടെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പോലും പരിഗണിച്ചു കൊണ്ടാണ് നമ്മളുടെ ഈ തീറ്റയൊക്കെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള ജീവികളുടെ തീറ്റയും നമ്മളുടെ തീറ്റയും ഒരേ സംഗതിയിലല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ഗൗരവത്തിലാണ് അള്ളാഹു ആ സംഗതി എടുത്തിട്ടുള്ളത് എന്നും എത്രമാത്രം വലിയൊരു വാല്യൂ ആണ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതും ആ തീറ്റയുടെ ഓരോ വിഷയത്തിലും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, വ്യത്യസ്തമായ കളറുകളിൽ കാണുന്നത്, ഇതൊന്നും നമ്മളുടെ ചുറ്റുഭാഗം ജീവിക്കുന്ന ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക. അതാണ് ഈ റുബൂബിയത്ത് എന്ന് പറയുന്ന സംഗതി. അള്ളാഹു റബ്ബായി നിന്നുകൊണ്ട് നമുക്കിതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് തന്നിക്കുക. വസ്സൈത്തൂന, ഒലിവും, വറുമാന, റുമാനും, അതായത് അനാറും, മുത്തശാബിഹൻ വഗൈറ മുത്തശാബിഹിൻ,
ഇപ്പോൾ നമ്മൾ ഈ വൃക്ഷങ്ങൾ നോക്കിയേ, ഇപ്പോൾ എത്ര തരം മാവുണ്ട്. മാവ് ഇങ്ങനെ നോക്കിയാൽ ഒരേപോലെ മാവില്ലേ, മാങ്ങയോ മണമോ അതിൻ്റെ കളറോ രുചിയോ നീളമോ വലിപ്പമോ വിലയോ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നമ്മൾ ഇതിനെന്ത് സാമ്യമുള്ളത്? ഇല്ല. അതുമാതിരി നമ്മൾ ഏത് വൃക്ഷത്തിലേക്ക് നോക്കിയാൽ തെങ്ങിലില്ലേ, ഇത് പ്ലാവിലില്ലേ, ഏതിലാണ് ഇല്ലാത്തത്? ഈത്തപ്പഴത്തിലില്ലേ? എല്ലാ സാധനത്തിലും ഇങ്ങനെ ഡിഫറൻറ്റ് ക്വാളിറ്റിയും രുചിയും പോഷകങ്ങളും അടക്കം വ്യത്യാസമാണ് ഇതിലൊക്കെ. മാങ്ങയെന്ന് വിചാരിച്ചിട്ട് എല്ലാം വാങ്ങിക്കൊരേ ഇതല്ല. അപ്പോൾ ഇതൊക്കെ ഇത്രയും വിപുലമായി ഇത്രയും സംഗതി ഇത് അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അത് ആസ്വദിക്കാൻ മാത്രം നമ്മൾ ഉണ്ടാക്കണ്ടേ. നമ്മൾ നല്ല മാങ്ങയെന്ന് വിചാരിച്ചിട്ട് നായക്ക് കൊണ്ടുകൊടുത്താൽ നായ തിന്നുമോ? അതെന്താ വെച്ചാൽ ഇത് രണ്ടും ഒരേ സംഗതികളിൽ വേണം. അതായത് ആസൂത്രണം എന്ന് പറയുന്നത് രണ്ടും ഒരേപോലെ നടക്കണം. ഭൂമി എങ്ങനെ ആസൂത്രണം ചെയ്യണം, അത് ആസ്വദിക്കാൻ മനുഷ്യനെ ആസൂത്രണം ചെയ്യണ്ടേ. കാണുന്ന സാധനം അവിടെ ഉണ്ടായാൽ പോരെ, ഈ കണ്ണും അതേപോലെ ആക്കണ്ടേ, കേൾവി അതേപോലെ ആക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ ആസൂത്രണമാണ്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ള, ഞാനാണ് റബ്ബ്, ഞാൻ മാത്രമാണ് റബ്ബ് എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാം. ഇതിലിഞ്ഞൊരു വിഡ്ഢിയും കയറി വരാൻ പറ്റില്ല, ഇടപെടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അത്രയും വിപുലമായ സംഗതികളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അത് നായ തിന്നതുപോലെ തിന്നിട്ട് അങ്ങോട്ട് ചത്തുപോകാൻ പോരാന്നായി പറയുന്നത്. നമ്മൾ തിന്ന് ആസ്വദിച്ച് അങ്ങനെ തിന്നിട്ട് ചത്ത് അങ്ങ് പോരാ എന്ന് നമ്മളോട് പറയാം. അങ്ങനെ പോയാൽ പറ്റില്ല എന്ന്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് അള്ള പറയാം. കുലു, നിങ്ങൾ തിന്നുക, മിൻ സമരിഹി, അതിൻ്റെ ഫലങ്ങളിൽ നിന്ന്, ഇതാ അസുമറ, അത് കായ്ച്ചാൽ, അല്ലെങ്കിൽ അത് തീറ്റയായാൽ. തീറ്റപ്രായം എന്ന് പറഞ്ഞാൽ കായ്ച്ച പലതരം തീറ്റപ്രായമല്ലേ. ഇടിച്ചക്ക, ഉപ്പേരി പ്രായം, വേറൊരു പ്രായം, വറക്കൽ, പൊതിക്കൽ, തിന്നൽ, എന്തെല്ലാം ഉപയോഗങ്ങളാണ്. അതായത് മൂല്യവർദ്ധിതമായി വേറെ ഉൽപ്പന്നങ്ങൾ. അതായത് ഇതൊക്കെ നിങ്ങൾ ചെയ്തോളി എന്ന് പറയുമ്പോൾ നമ്മളോടിപ്പോൾ ചക്ക അങ്ങനെ പഴുത്ത് നിന്നിട്ട് ഇന്നെ തിന്നോളി എന്ന് അറിയണ വരിക നിൽക്കുന്നുണ്ടാകുക. കാരണം അതിന് മണമൊക്കെ കൂടി ഇങ്ങനെ വന്നിട്ട് നമ്മളെ അറിയിപ്പിച്ചിട്ടാ ഇല്ലേ, നമ്മളെ അറിയിപ്പിക്കുന്നു. ഇന്നെ വന്ന് തിന്നോളി എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യം അത് പൂർത്തിയാക്കുന്നത് പോലെ നമുക്ക് തോന്നുക. അപ്പോൾ എത്രയെത്ര വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഏതെല്ലാം തരത്തിൽ അതിൻ്റെ സാങ്കേതികമായി നമ്മൾ ഉണ്ടാക്കാനുള്ള അറിവും കൂടി നമുക്ക് നൽകണ്ടേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അങ്ങോട്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് നമുക്ക് മാത്രമായി ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ച് തന്നതെന്ന് പറഞ്ഞ് നോക്കിയാൽ ഏത് സംഗതികളിലേക്കും നോക്കിയാലും നമുക്ക് മനസ്സിലാക്കും. ഇതിനാണ് നമ്മൾ ആയാത്തുകൾ എന്ന് പറയാം. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നൊക്കെ വേറെ വിഷയം. നമുക്കിത് ചക്ക നല്ല മധുരമുണ്ട് തിന്നുക, അല്ലെങ്കിൽ മാങ്ങ തിന്നുക. നമ്മളൊരിക്കലും ഇതിൻ്റെ ഈ സ്രഷ്ടാവിലേക്ക്, ഇത് നമുക്ക് ഗ്രാൻഡ് ചെയ്തവനിലേക്ക്, ഇത് ഉൽപ്പാദിപ്പിച്ചവനിലേക്ക്, അത് തിന്നാനുള്ള ആസ്വദിക്കാനുള്ള ശേഷി തന്നവനിലേക്ക് ഇവർക്കൊന്നും നമ്മുടെ ചിന്ത പോകുന്നേ ഇല്ല. അതൊന്നും നമ്മുടെ പരിപാടിയല്ല എന്നാണ്. അതന്നെയാണ് നമ്മൾ സഫീഹ് എന്ന് പറയുന്നത്, മൂഢന്മാർ, വിഡ്ഢികൾ എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും ആയാത്തുകൾ ഈ മനുഷ്യൻ്റെ മുന്നിൽ വാരി വെതറിയിട്ടിട്ട് ഇതിലേക്കൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ പിന്നെ എന്താ പറയുക. അതുമാത്രമല്ല, വെറുതെ വാരി വലിച്ച് തിന്നാ പോരാ, ആത്തു ഹക്കഹു, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നാണ്. ഓരോ വിഭവത്തിലും നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അള്ളാഹു നിങ്ങൾക്ക് മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട്. അതാണ് ആത്തു ഹക്കഹു. അതിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുക. ഇത് അവതരിക്കുമ്പോൾ അത് സക്കാത്തൊന്നും ആയിട്ടില്ല, സക്കാത്തിൻ്റെ അവകാശികൾ വന്നിട്ടില്ല, അളവ് വന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ബോധം കൊടുക്കാതെ ഒന്നും വേണ്ടല്ലോ. അന്ന് റസൂലിന് അവിടെ ഒരു ഭരണമില്ല, നിയമം നടപ്പാക്കാനുള്ള സംവിധാനങ്ങളില്ല. അതൊക്കെ മദീനയിൽ പോയിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ ബോധം ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധ്യമായ രൂപത്തിൽ ഇതൊക്കെ ചെയ്യാനും ഒരു തടസ്സമില്ല. അപ്പോൾ ഇവരിനെ ഈ ബോധത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളിങ്ങനെ തിന്നാ പോരാ, നിങ്ങൾ ബാക്കി നിന്നിട്ട് നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് അങ്ങോട്ട് പങ്കുവെച്ചാൽ പോരാന്ന്. അത് അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യത ഉണ്ട്. നിങ്ങളുണ്ടാക്കിയതും പൗരോഹിത്യം ഉണ്ടാക്കിയതും അല്ലാത്ത ബാധ്യതയുണ്ട്. അത് എല്ലാ പ്രവാചകന്മാർക്കും, ഇഖാമത്തുസ്സലാത്തും ആത്തുസക്കാത്തും എല്ലാ പ്രവാചകന്മാർക്കും ഉള്ളതാണ്. അത് ആ ഇബ്രാഹിമി മില്ലത്ത് ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്ക്.
യൗമ ഹസാദിഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വിളവെടുപ്പിൻ്റെ ഘട്ടത്തിൽ, ആ ദിവസം എന്നല്ല, ആ ഘട്ടം. അതായത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും വിളവെടുപ്പ് തീരില്ല. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു സീസണാണ്. ആ സീസണിൽ അതിൻ്റെ സക്കാത്ത് അത് കൊടുത്തിരിക്കണം. അതൊക്കെ പിന്നീട് അതിൻ്റെ നിയമമൊക്കെ പിന്നീട് വന്നു, എന്താ കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്റാഫ് ഉണ്ടാകരുത്. ഇവിടെ ഈ കൊടുക്കേണ്ട കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഇസ്റാഫ് ഉണ്ടാകരുത് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നതിലും പാടില്ല ഇസ്റാഫ് എന്നുള്ളതാണ്. കൊടുക്കുന്നതിലും പാടില്ല, തിന്നുന്നതിലും പാടില്ല. തിന്നുന്നതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വയറ് നിറച്ച് കുറച്ചും കൂടി തിന്നല്ല, അനുഭവിക്കുന്നതിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഭവിക്കേണ്ടതേ അനുഭവിക്കണ്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോണ്ട. അതുമാതിരി നമ്മൾ കൊടുക്കുമ്പോൾ ഇതിലൊക്കെ എന്താ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ, കൊടുക്കുമ്പോൾ വേറെ ചില സംഗതികളും ഇതിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബബുൻ നുസൂലായിട്ട് പറയുന്നൊരു സംഗതി, ഒരു തോട്ടമുള്ള ഒരാൾ, വലിയ തോട്ടമുള്ള ഒരാൾ, അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു, ഈ പ്രാവശ്യം എൻ്റെ തോട്ടത്തിൽ വിളവെടുപ്പിൻ്റെ ടൈമിൽ വരണ ആരിനും ഞാൻ വെറുതെ കൊടുക്കാം, ഒക്കെ ഞാൻ കൊടുത്ത് ആക്കും. അവസാനം കൊടുത്ത് മൂപ്പർക്കൊന്നും ഇല്ലാണ്ടായി. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത കൊല്ലം ഇയാൾ എന്തെടുത്ത് കൃഷി ചെയ്യും, എൻ്റെ കുടുംബത്തിനെങ്ങനെ പോറ്റും? ഇതൊരു ആവേശത്തിൽ നമ്മൾ അങ്ങ് ചെയ്യും. ഇപ്പോൾ വയറിനൊക്കെ പോയ ആൾക്കാരില്ലേ, വലിയ വിലക്കൊക്കെ കോഴിമുട്ടൊക്കെ വിളിക്കണത്, കുടിയിലേക്ക് കൊണ്ടെന്നാ അറിയാം. അതായത് ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ പലതും ചെയ്യും, അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ കണ്ട് വിചാരിക്കും. അതായത് ഇതിലൊക്കെ എന്തിലും വേണം ഒരു 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 നിയന്ത്രണം, എല്ലാത്തിലും വേണം. അത് സൂറത്തുൽ ഇസ്രായിൽ ആ സംഗതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വലാ തുബദ്ദിർ തബ്ദീറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, അതെവിടെ ആയത്ത് ഞാൻ ഇന്നൽ മുബദ്ദിരീന വലാ തജ്അൽ മഅക യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ എന്നാണ്. നീ നിൻ്റെ കൈ ഇങ്ങനെ പെരടിയിൽ പിടിച്ചിട്ട് കെട്ടാനും പാടില്ല, അതായത് ആർക്കും ഒന്നും കൊടുക്കില്ല എന്നുള്ള ആ മനോഭാവം പാടില്ല. മൊത്തം കിട്ടുന്ന ഒക്കെ എടുത്തോളിന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയും പറ്റില്ല. ഇത് രണ്ടും നിന്നെ ആക്ഷിപ്തനാക്കും, ആളുകളുടെ ഇടയിൽ ആക്ഷിപ്തനാക്കുകയും അങ്ങനെ നിന്നെ നീ ഒരു നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൻ്റെ ആളായി മാറും ചെയ്യും. ഒക്കെ പോയല്ലോ എന്നുള്ള രണ്ടിലുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അനുഭവിക്കുന്ന ഒരു ഘട്ടമുണ്ട്, പിടിച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നുപോലെ അനുഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. രണ്ടുമുണ്ട്. അനുഭവം കുറച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ പോകും. അതായത് ഒന്നും തിന്നാൻ പറ്റാണ്ടാവും, അപ്പോഴും നമുക്ക് പ്രശ്നമാവും. അതല്ല, നമ്മളിത് ഇനി വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തു വെച്ചതെന്ന് പറഞ്ഞാൽ ഓൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു ചവിട്ടും കിട്ടുന്ന കാലത്താവും. അതായത് ഇതൊക്കെ നമുക്ക് സംഭവിക്കും. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആകെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ആകെ ഇതായിട്ട് പോകും. അപ്പോൾ എന്താ വെച്ചാൽ ഈ അള്ള പറയുന്ന രൂപത്തിൽ ഇതൊക്കെ ചെയ്താൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ കൊടുക്കുന്നത് അയാളുടെയൊക്കെ എന്തെങ്കിലും കണ്ട് നന്ദി കിട്ടാനല്ല, അത് നമ്മൾ കൊടുക്കുന്നു, ആര് പറഞ്ഞിട്ട്? അള്ള പറഞ്ഞു കൊടുക്കുന്നു. അതുമാതിരി നമ്മൾ പിടിച്ചു വെക്കുന്നു, ദൂർത്തടിക്കാൻ വേണ്ടി ആർക്കും വിട്ടു കൊടുക്കണില്ല. അപ്പോഴും നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അള്ള തന്നതാണ്, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ചെയ്തു. വേറെ ഒന്നും നമ്മളതിൽ നിന്ന് നോക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മളെയും കുറ്റപ്പെടുത്തേണ്ടി വരുന്നില്ല, നമുക്ക് നഷ്ടബോധം ഉണ്ടാകണില്ല, ഒന്നും ഉണ്ടാവണില്ല. അതുമാതിരി പറയാം, ആത്യതൽ ഖുർബ ഹക്കഹു വൽ മിസ്കീൻ വബ്നസ്സബീൽ വലാ തുബദ്ദിർ തബ്ദീറ. അതായത് ഈ കൊടുക്കുന്ന ഈ വിഷയത്തിലും വേണം ഈ പരിപാടി എന്നുള്ളത്. കാരണം പല ശൈത്താനീയത്തിൻ്റെ പല സംഗതികളിലേക്കും നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് കയറും. അതായത് നീ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ടാവും, ആളുകൾ കൂട്ടത്തോടെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും, വളരെ ധർമ്മിഷ്ഠനാണെന്ന്. നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പലയിടത്തും കാണുന്നില്ലേ, ഏതെങ്കിലും ഷോപ്പിംഗ് മാള്, സൂപ്പർ മാർക്കറ്റൊക്കെ ഉദ്ഘാടനം, എന്തെങ്കിലും ഒരു ഓഫർ വെച്ച് അവിടെ ചെന്നിട്ട് ആൾക്കാർ അടിച്ച് കയറിയിട്ട് ആളുകൾ ചവിട്ടിയിട്ട് കൊല്ലണമൊക്കെ. അതായത് ഈ കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരും അടിച്ച് കയറും ഇല്ലേ, എല്ലാവരും അടിച്ച് കയറും. പണ്ട് റേഷൻ വീട് കാർഡ് പുതുക്കുമ്പോൾ, ആൽത്തറ സ്കൂളിൽ റേഷൻ കാർഡ് പുതുക്കുമ്പോൾ ഞാനും റേഷൻ കാർഡായിട്ട് ചെന്ന്, അപ്പം നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടി? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, റേഷൻ കാർഡ് മാത്രം മതി പറഞ്ഞാൽ. അപ്പോൾ അയാൾ പറയാ, ഒരാൾ ആകെ പറയണം നിങ്ങളിതാണ്, വേറെ ആരും ഇങ്ങനെ പറയണില്ല. അതായത് കിട്ടണത് ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് എന്ന്. നമുക്കെന്നാലും ആ വൈറ്റ് പാസിനുള്ളത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റേഷൻ കാർഡ് എന്നുള്ളതിനാണ് നമ്മൾ വാല്യൂ കൽപ്പിക്കണമല്ല, അതപ്പോൾ അതിൻ്റെ ആ സംഗതികൾക്കല്ല. പക്ഷെ അങ്ങനെ ആരും പറയണില്ല എന്ന് അവർ പറയാം, നമ്മളോട് പറയാം.
അതുമാതിരി കിട്ടുക എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കും, അതിൽ നമ്മൾ പോയി കൊടുക്കും ചെയ്യും, അതിൽ നമ്മൾ പോയിട്ട് കുടുങ്ങും ചെയ്യും. അപ്പോൾ അത് കൊടുക്കുമ്പോഴാണെങ്കിലും തിന്നുമ്പോഴാണെങ്കിലും ഉപയോഗിക്കുമ്പോഴാകുമ്പോഴും ഇസ്റാഫ് പാടില്ല എന്നുള്ളതാണ്. ഇസ്റാഫ് ഖുർആൻ 2 പദങ്ങൾ ഉപയോഗിക്കും ഇതിന്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ഇസ്റാഫ്. ഒന്ന് ഇത്റാഫാണ്, അത് വേറൊരു സംഗതിയാണ്. ഇത് ഇസ്റാഫാണ്. ഈ ഇസ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ സംഭവിക്കും. അതിനെ നമ്മൾ ചെയ്യാൻ പാടില്ല. മറ്റത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് സംഭവിക്കുന്നതാണ് ഇത്റാഫ്. അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല, അള്ളി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ നമ്മളുടെ വ്യതിചലനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇസ്റാഫ് ഉണ്ടാകുന്നത് വളരെ ശ്രദ്ധിക്കണം. അത് നമ്മളുടെ കൈവിട്ട് പോയൊരു കേസാണ് ഇപ്പോൾ ഈ സംഗതി. കാരണം നമ്മളുടെ വിവാഹങ്ങൾ, വിരുന്നുകൾ, മറ്റ് സാധനങ്ങൾ, നമ്മളുടെ നടപടികൾ, ബർത്ത്ഡേകൾ, ഇതൊക്കെ ഈ ഇസ്റാഫുകളാണ്. ഇസ്റാഫുകൾ ഇങ്ങനെ നിറഞ്ഞു വരിക. അത് വെറും ഏതെങ്കിലും ഒരു വിഭവത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പല പല സംഗതികളും നമ്മൾ ഇങ്ങനെ കയറി വരിക. ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇതൊന്നും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അല്ലാതെ വേറെ ന്യായങ്ങളൊന്നുമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലത് ഇല്ലാത്തത് നമുക്കും ഇഷ്ടമുണ്ടാവാൻ പാടില്ല. വ മിനൽ അൻആമി, അതുമാതിരി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ആ റുബൂബിയത്തിൻ്റെ ചില കാര്യങ്ങൾ പറയാം. കാലികളിൽ ഹമൂലത്തൻ, അതിൽ ഭാരം ചുമക്കുന്നവയുണ്ട്. അതായത് ഇപ്പോൾ കാള, പോത്ത് പോലത്തതുണ്ട്, ഒട്ടകണ്ട് ഒക്കെ ഉണ്ട്, അത് ഭാരം ചുമക്കുന്നുണ്ട്. അപ്പോൾ ഫർഷൻ, ഈ ഫർഷ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫിറാഷ് എന്നൊക്കെ പറഞ്ഞ വിരിപ്പ്, അതിന് പല പല മാനങ്ങളുമുണ്ട് ഈ പറയുന്നതിന്. ആ വാക്ക് പറയുന്നത് ഇവിടെ ഹമൂലത്തിൻ്റെ ഹമ്മാൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടില്ല, ഹമ്മാലത്തലാത്തബ്, അതന്നെ വിറക് ചുമക്കുക. ഫർഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കായിട്ട് അവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് വിരിച്ചിട്ട പോലെ. അപ്പോൾ നമ്മൾ ഈ ആട്ടുംകൂട്ടങ്ങൾ, ചെമ്മരി ആട്ടുംകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ വലിയ കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടാകും, ശരിക്കും വിരിച്ചിട്ട പോലെ. അതിൻ്റെ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണിച്ചു തരാം. അതേ സമയത്തിൽ അതിൽ, അതായത് ഈ ഖുർആൻ്റെ ചില മനോഹാരിതകളുണ്ട്. അതേ സമയത്ത് നമുക്ക് വിരിപ്പ്, എല്ലാ തലത്തിലേക്കും ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധ ഒരേപോലെ കൊണ്ടുപോകാവുന്ന വാക്കുകളാണ് കൊണ്ട് നിൽക്കുക. എന്നാൽ അത് 3 അക്ഷരത്തിൽ തീരുന്നൊരു വാക്കുമായിരിക്കും. എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ, അതിൻ്റെ പുറത്ത് ചിന്തിച്ച് പോകാൻ പറ്റുമോ, അപ്പോഴൊക്കെയും ഈ വാക്കിനൊരു കോട്ടം തട്ടാതെ ആ ആശയത്തിലേക്ക് കൃത്യമായി പോകാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകും. അങ്ങനത്തെ വാക്കുകളാണ് ഈ ഫർഷ്, ഹമൂലത്തൊക്കെ. അതായത് ഒന്നിങ്ങനെ ഭാരം, നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഭാരങ്ങളും ചുമക്കുന്നു. അതേസമയം നമ്മളുടെ ഭക്ഷണമാണത്, നമ്മളുടെ വിരിപ്പാണ്, നമ്മളുടെ വസ്ത്രമാണ്, നമ്മുടെ ടെൻറ്റാണ്, എന്തെല്ലാം നമ്മുടെ വളമാണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലൊന്നും വേണ്ടെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാകും. ഒക്കെയും അള്ളാഹു വളരെ വളരെ മനുഷ്യനെ ഫോക്കസ് ചെയ്തിട്ട് ആസൂത്രിതമായിട്ട് സൃഷ്ടിച്ചതാണ്. അത് ഇതിലേക്ക് നോക്കാൻ, അതാണ് നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ അള്ളാഹ് ചോദിക്കുന്നത്. അത് വെറും അതിൻ്റെ കാഴ്ച കാണാൻ മാത്രമല്ല, അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അതായത് നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത എന്തെങ്കിലും അതിൻ്റെ സൃഷ്ടിപ്പിലുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദിക്കുന്നത്. അതുമാതിരി ഇതും ഈ സാധനങ്ങളും, ഇത് വിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ നിപ്പും അതിൻ്റെ കണ്ണിൻ്റെ കുളിർമ വരെ ഉണ്ടതിൽ. നമ്മുടെ കാഴ്ചയുടെ ആ ആസ്വാദനം വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അള്ളാഹു ഈ സംഗതികളൊക്കെ സൃഷ്ടിച്ചേക്കണത്. അതായത് ഏതെങ്കിലും ഒരു മെയിൻ ഉപകാരം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉണ്ടല്ലോ, തലവേദന അവിടെ വെക്കും, ബാക്കി ഓൻ്റെ ആന്തരികമാകോയം കിഡ്നി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതല്ല. അങ്ങനെയല്ല ഇതൊന്നും അങ്ങനെയല്ല. ഇതിൻ്റെ ഒന്നും ഒരു ഭാഗവും ഈ മനുഷ്യന് ഉപയോഗപ്പെടാത്ത രൂപത്തിലല്ല അള്ളാഹു അതൊക്കെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ എടുത്തു കാണിക്കുക. കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരാണ് നമ്മുടെ സ്രഷ്ടാവ് എന്നുള്ളത്. ഇനി ആ റുബൂബിയത്തിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാലേ മുലൂക്കിയത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ. റുബൂബിയത്തിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ മുലൂക്കിയത്ത് നമുക്ക് മനസ്സിലാവില്ല, മുലൂക്കിയത്ത് മനസ്സിലായില്ലെങ്കിൽ ഉലൂഹിയത്ത് മനസ്സിലാവില്ല. അത് ഈ സംഗതി 3 മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാവില്ല. അത് വളരെ ബന്ധിതമായിട്ട് കിടക്കുക. അതാ ഈ മക്കി സൂറകളിലൊക്കെ ഈ വിഷയങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇത് ആവർത്തിച്ച് വരണം. ഒരു ദിവസമൊന്നും പറഞ്ഞിട്ട് പോയാൽ പോരാ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചുഴലിയൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് പറയണത്. ഇതിങ്ങനെ കയറേണ്ടതുണ്ട്, ഇതിങ്ങനെ കയറി വരേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൽ. മൂപ്പര് പറയണ എല്ലാത്തിൻ്റെ കാര്യമല്ല നമ്മൾ പറയണേ. ഈ
തൗഹീദിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് തന്നെ തോന്നുന്നത് ഇതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന്, അല്ലേ? പക്ഷേ ഖുർആൻ്റെ ശൈലി അങ്ങനെ തന്നെ, ഇതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുലൂ മിമ്മാ റസഖക്കുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് ഈ നൽകിയതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. അതായത് ഈ റുബൂബിയ്യത്തിനെ മനസ്സിലാക്കിയിട്ട് തിന്നണം എന്നായി പറയണത്. ഇതാണ് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ നാമത്തിൽ അർക്കണം എന്ന് പറയുന്നതിൻ്റെ പോയിൻ്റ്. ഇതാണ് ആരാണ് നൽകിയത്, ആ ബോധത്തിലല്ലാതെ നിങ്ങൾക്ക് അറുത്തിട്ട് തിന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഓരോ തീറ്റക്കും ഞാറവിന് മാത്രമല്ല, ഈ ബോധത്തിലാണ് നിങ്ങൾ തിന്നേണ്ടത്. ആ തീറ്റയാണ് ഇബാദത്താവുന്ന തീറ്റ. ഈ തീറ്റയാണ് ഇബാദത്താവുന്ന തീറ്റ. അപ്പോൾ തീറ്റയും ഇബാദത്താവും, കുടിയും ഇബാദത്താവും, തീറ്റിപ്പിക്കുന്നതും ഇബാദത്താവും, ഒക്കെ ഇബാദത്താവും. അതിൻ്റെ സംഗതി അത് ഇതിലെ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുലൂക്കിയത്തിനെ, അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങൾ, എന്ത് തിന്നണമെന്നും എങ്ങനെ തിന്നണമെന്നും ഒക്കെ ഉള്ള ആ അള്ളാഹുവിന് മാത്രമുള്ള ആ അധികാരത്തെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മറ്റാളുടെ പോയിന്റിലേക്ക് പോകും. അതുകൊണ്ടാണ് വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരരുത് ഖുതുവാത്തി ഷൈത്താൻ, ഈ ഷൈത്താൻ്റെ കാൽപാദങ്ങൾ. അതായത് ഇബ്ലീസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി അവർ ഉണ്ടാക്കിയെടുത്ത സംഗതികളിലേക്ക്, ആ പാദങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. തിന്നുമ്പോൾ നിങ്ങൾ ആര് തന്നതാന്നുള്ള ബോധം വേണം, എങ്ങനെ തിന്നണമെന്ന് നിർദ്ദേശിച്ച ബോധം വേണം, ഒക്കെ വേണം. ഇതൊക്കെ വിട്ടുകളഞ്ഞാൽ നമ്മൾ നേരെ പിശാചിൻ്റെ കാൽപ്പാടുകളിലേക്ക് നമ്മൾ പോകും. അതായത് ഈ മനുഷ്യരെ അവരുടെ പരിപാലനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവകാശ ലംഘനങ്ങളിൽ നിന്ന് അവരെ കരകയറ്റി അള്ളാഹുവിൻ്റെ മാത്രം വിധേയത്വത്തിലേക്ക് അവരെ കൊണ്ടുവരിക. എല്ലാ മനുഷ്യരെയും, മക്ക മുശ്രിക്കുകളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും അള്ളാഹു ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഒരു സംഗതിയിലെയും അമിതമാക്കാതെ. അതായത് ഇതെന്താ ചോദിച്ചാൽ, നമ്മൾക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് വീണു പോകാൻ എളുപ്പമാണ്. ഈ നിപ്പുണ്ടല്ലോ, ഈ നിപ്പിനാണ് നമുക്ക് ബോധം വേണ്ടത്. ഈ നിപ്പിനാ വളരെ ചെറിയ ബാലൻസിലാണ് സത്യത്തിൽ ഈ നിപ്പ്, ഇല്ലേ? നമ്മുടെ നിപ്പ് അതേപോലെ തന്നെ, അതായത് അത്രയും ഗൗരവപൂർണമായിട്ട് നമ്മൾ ഇതിനെ പരിഗണിക്കണം എന്നാണ് ഈ നിപ്പ് നിൽക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇസ്രാഫിലേക്കും പോവും. ഏത് രംഗത്തുള്ള ഇസ്രാഫുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇസ്രാഫുണ്ട്, ഭൗതികത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇസ്രാഫുണ്ട്. ഏതിലേക്കും വീണ് പോകാൻ എളുപ്പമാണ്. വീണാൽ പിന്നെന്താ ഒരു സുഖച്ച അതിലിങ്ങനെ കെടുക്കാമെന്നുള്ളത് വേണം, അതിലിങ്ങനെ കെടുക്കാമെന്നുള്ളത്. പക്ഷേ ഈ നിപ്പുണ്ടല്ലോ, ഈ നിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായത് നിപ്പാണ്. ഇതാണ് ഈ തഖ്വയോടുള്ള ജീവിതം എന്ന് പറയുന്നത്. അതിലേക്കാണ് അള്ളാഹു ഈ മനുഷ്യരെ കൊണ്ടുപോകുന്നത്. ശൈത്താൻ ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായ ശത്രുവാണ്. എവിടെ പ്രത്യക്ഷം? ബുദ്ധിപരമായി തന്നെ പ്രത്യക്ഷമാണ്, കാഴ്ചയിലല്ല. ബുദ്ധിപരമായി തന്നെ ഈ ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് എന്നുള്ളത് ബുദ്ധിപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബോധവും ബുദ്ധിയുമുള്ളവർക്ക് ഈ ശൈത്താനെ മനസ്സിലാക്കാൻ ഒരു പണിയില്ല. അത് നമ്മളാരാണെന്നും നമ്മളെ എന്തിന് സൃഷ്ടിച്ചു എന്നും ആരാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നും ഈ ഭൂമി ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംവിധാനിച്ചതെന്നും ഈ റൂട്ടിലൂടെ നമ്മളിതിങ്ങോട്ട് മനസ്സിലാക്കി വന്നാൽ ശരിക്കും നമുക്ക് ശത്രുവിനെ നമുക്ക് മുന്നിൽ ശരിക്കങ്ങ് കാണാം. അത് കാഴ്ച കൊണ്ട് കാണുന്നതിനേക്കാൾ തെളിച്ചത്തിൽ നമുക്ക് ബുദ്ധി കൊണ്ട് കാണാം. പക്ഷേ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മളുടെ ബുദ്ധിയും യുക്തിയും ബോധം ഒക്കെ വെച്ചിട്ട് അള്ളാഹുവാണ് നമ്മളോട് ഈ സംസാരിക്കുന്നത്, ഇത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അങ്ങനെ നമ്മൾ ഈ ഖുർആനിനൊന്ന് സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ തെളിച്ചത്തോടു കൂടി കാണാം. അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു തെളിച്ചത്തോടു കൂടിയും കാണാനും പറ്റില്ല. നമുക്ക് നിർത്താം. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.